ഈ 1 India 1 ഇലക്ഷൻ നടപ്പിലാക്കണമെന്ന് BJP തീരുമാനിച്ചാൽ നടപ്പിലാക്കുക തന്നെ ചെയ്യും. FCRA അതുപോലെ തന്നെയാണ്. പക്ഷേ അവിടെ ഒരു കൺസേൺ ഉണ്ട്. ആദ്യമേ ചെന്നപ്പോൾ തന്നെ സെൻട്രൽ ലീഡർഷിപ്പ് പറഞ്ഞാണ് ഇതൊരു മതനിയമമല്ല, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു നിയമമാണ്. ആ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു നിയമത്തിൽ ഇത്തരത്തിൽ ഒരു കൺസേണിൻ്റെ ആവശ്യമില്ല. എന്നാൽ കൺസേൺ ഉണ്ടോ അത് ഞങ്ങൾ കേൾക്കും. മാറ്റിവെച്ചില്ലേ? ഈ ജോർജ് ചേട്ടൻ ഇന്നലെ പറഞ്ഞു ചില മെത്രാന്മാരുടെ നിലപാടുകൾ കോൺഗ്രസ്സുകാരെ പോലെയാണെന്ന് പറഞ്ഞു. അതിനോട് യോജിക്കുന്നുണ്ടോ? വിമർശനം വന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, ഈ റിസൾട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തൊട്ട് പിന്നാലെയാണ് ഈ വിമർശനം. വിചാരിച്ച പോലെ സഭാ ഒരു പിന്തുണ കിട്ടാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നത്. അങ്ങനെ ഒരു ചർച്ച കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇന്നലെ ഞാനത് വിചാരിച്ചു. ഇപ്പോൾ ഷോൺ ജോർജ് പാലായിൽ വോട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് തോക്കുന്നതിന് മുൻകൂർ ജാമ്യം എടുക്കുന്നതാണ് എന്നാണ്. കയ്യിലിരുന്നാൽ മതി. ഷോൺ ജോർജിന് പാലായിൽ ക്രൈസ്തവ പിന്തുണ നന്നായി കിട്ടി. ആ വോട്ടുകൾ നിങ്ങൾക്ക് വോട്ടെണ്ണുമ്പോൾ മനസ്സിലാവും. മാത്രമല്ല വളരെ നിഷ്പക്ഷമായി, സത്യസന്ധമായി പറയുന്നു, വളരെ നിഷ്പക്ഷമായ നിലപാടാണ് പാലാ രൂപത. 3 സ്ഥാനാർത്ഥിമാരും പാലാ രൂപതക്കാരാണ്. ഞാനും അതെ, മാണിസികാപ്പനും അതെ, ജോസ് കെ മാണി അതെ. 3 പേരോടും കൃത്യമായ സമദൂരം എന്താണെന്ന് പാലാ രൂപത കണ്ടുപിടിക്കണം. അല്ല, അത് എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ആ ഫീലിംഗ് ഉണ്ടായത്? ഇനി അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായോ, അതോ അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാണോ? ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചിട്ട് പറയാം എന്താണ് കാര്യം. അത് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പരിഹാരം ചെയ്യും. നേരെ മറിച്ച് അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ അതും സഭയെ അറിയിക്കും. പക്ഷേ ഒരു കാര്യം, ഇതിനകത്ത് പറയേണ്ട രീതി ഒരു ഇല്ലേ? നമ്മൾ ഒരാളോട് ഏത് രീതിയിൽ അത് നമ്മൾ നിങ്ങൾ വിഷയവുമായി ബന്ധപ്പെട്ട് ദീപികയ്ക്കെതിരെ പറയേണ്ട രീതി പറഞ്ഞു. പക്ഷെ PC ജോർജിന്റെ ഭാഗത്തുനിന്ന് എന്താ അങ്ങനെ ഒരു ഇതില്ലാത്തത്? അത് അദ്ദേഹത്തിന്റെ ശൈലിയാന്ന് പറയുന്നത് വിടുന്നത് ശരിയാണ്? ചേട്ടൻ എൻ്റെ കൂടെ വാ, കൊന്നിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് ശൈലി ഒന്ന് പുള്ളിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അല്ല ഞാനെന്ത് പറയാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലി അങ്ങനെയാണെന്ന് ചേട്ടൻ ഇപ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹം ഇപ്പോഴാണ് ഔട്ട് സ്പോക്കൺ എന്ന് ഓപ്പണായിട്ട് പറയുന്ന ഒരു മനുഷ്യന് വേറെ കേരളത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ശൈലി അതാണ്. പോളിഷ് ചെയ്ത് വർത്തമാനം പറയാൻ PC ജോർജിന് അറിയില്ല. അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഇനിയും പറയും. പിന്നെ ഇന്നും നിങ്ങൾ ചെന്നോ ഇതിനൊക്കെ കൂടുതൽ പറയും അദ്ദേഹം. പക്ഷേ അത് ഒരു പച്ചയായ മനുഷ്യൻ്റെ വികാരങ്ങളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വികാരം, എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത്തരം വികാരങ്ങൾ ഉണ്ടാകുന്നു, അത് നമ്മളൊന്ന് പഠിക്കണം. ഇത്രയും ഓപ്പണായിട്ട് ആരുമില്ലാതെ സഭയുടെ കൂടെ നിൽക്കുമ്പോഴും ഓപ്പണായിട്ട് സഭയ്ക്ക് വേണ്ടി, ഇപ്പോഴല്ല, ഈ ദീപികയ്ക്ക് വേണ്ടി PC ജോർജിൻ്റെ യുദ്ധം തുടങ്ങിയത് ഫാരിസ് അബൂബക്കറിൻ്റെ കാലത്താണ്. ഫാരിസ് അബൂബക്കർ ദീപികയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയപ്പോൾ അതിനെതിരെ പ്രക്ഷോഭം നടത്തി സഭയും കൊണ്ട് ആ പത്രം തിരിച്ചു വാങ്ങിപ്പിച്ച് PC ജോർജാണ്. ചരിത്രം ഒന്ന് നോക്കണം. അപ്പം അങ്ങനെ സഭയ്ക്ക് വേണ്ടി നിലകൊടുത്ത് ഇവിടെ ഫ്രാങ്കോ പിതാവിൻ്റെ വിഷയമുണ്ടായി. എല്ലാവരും കല്ലെറിഞ്ഞില്ലേ? എന്നിട്ട് എന്തായി? ആ പിതാവ് പുറത്തു വന്നോ? അയാൾ നിരപരാധിയാണെന്ന് കണ്ട് അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടോ? PC ജോർജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൂലമ്പ വിഷയം ഉണ്ടായി, ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഛത്തീസ്ഗഡ് വിഷയം ഉണ്ടായി, ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പള്ളുരുത്തി ഹിജാബ് പ്രശ്നത്തിന് സ്കൂൾ അടപ്പിക്കാൻ പോയി, ഇവരാരെങ്കിലും ഉണ്ടായിരുന്നു? ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ സഭയ്ക്ക് വേണ്ടി വളരെ ഓപ്പൺ നിലപാടെടുത്ത് നിൽക്കുന്ന PC ജോർജിനെ പോലെ ഒരാൾക്കെതിരെ അദ്ദേഹത്തെ തോൽപ്പിക്കണമെന്ന് ആരെങ്കിലും പ്രചരണം നടത്തിയോന്ന് എനിക്കറിയില്ല. സീരിയസ്ലി ഞാൻ പറഞ്ഞു, നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്, ഒരു പാതകമാണ്. കാരണം സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മനുഷ്യൻ, സഭയ്ക്ക് ഊണിലും ഉറക്കത്തിലും സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പച്ചയായ മനുഷ്യനാണ് PC ജോർജ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഷോൺ ജോർജിൻ്റെ പോലെ ആയിരിക്കില്ല, ചില മോശമായിരിക്കും. ഇനിയും ചിലപ്പം എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ സമയം കിട്ടുമെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെ പ്രതികരിക്കണോ നിങ്ങളെല്ലാം കൂടെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നലെ ഈ വിവാദങ്ങൾക്ക് ശേഷം സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വം ബന്ധപ്പെട്ടിരുന്നു. എന്താണ് BJPയുടെ ഈ വിഷയത്തിലുള്ള നിലപാട്? അല്ല, ദീപിക ഈ കാര്യങ്ങളിൽ സ്വീകരിച്ച ഈ കോൺഗ്രസ് പ്രീണന നയത്തിൽ പാർട്ടിക്കും അതേ അഭിപ്രായം തന്നെയാണുള്ളത്. സഭയെ തള്ളി പറയുന്ന സാഹചര്യം BJPയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. അത് ഷോൺ ജോർജിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ പറയില്ലേ, ഈ സഭയെ ആരെങ്കിലും കൂട്ടിക്കണ്ട കെട്ടരുത്. അത് അങ്ങനെയല്ല. സഭ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ച് തന്നെയാണ് പോയിട്ടുള്ളത്. ചില വ്യക്തികളുണ്ടാകാം. ഞാൻ പറയില്ലേ, സഭയുടെ മനസ്സിലുണ്ടാകേണ്ടത് യേശുക്രിസ്തുവാണ്. ചിലർക്ക് മനസ്സിൽ കോൺഗ്രസ് ഉണ്ട്. അത് പരമ്പരാഗതമായുള്ള അഡിക്ഷൻ കിടക്കുന്നതാണ്. എന്നാൽ ഈ കോൺഗ്രസിനെ കൊണ്ട് കഴിഞ്ഞ 30 കൊല്ലത്തിനിടയിൽ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇനി ജീവിതത്തിലോട്ട് ക്രിസ്ത്യാനിക്ക് ഈ സഭയും കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകില്ല എന്നുള്ളത് മനസ്സിലാകാത്ത, ഇപ്പോഴും നേരം വെളുക്കാത്ത കുറേ ആളുകൾ ഈ മേഖല മാത്രം ഒന്ന് എടുത്തു നോക്കി. റബ്ബർ കാർഷിക മേഖലയാണ്. ഈ റബ്ബർ കാർഷിക മേഖലയിലെ റബ്ബർ കർഷകരെ നട്ടല്ലൊടിച്ചത് കോൺഗ്രസ് സർക്കാരല്ലേ. ഇവിടുത്തെ ഇപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ നിർലോഭമായി ഈ രാജ്യത്തേക്ക് റബ്ബർ ഇറക്കുമതി ചെയ്യാനുള്ള നിയമം ഉണ്ടാക്കി കാട്ടുകരാറിൽ ഒപ്പിട്ടത് കോൺഗ്രസ്സാണ്. എന്നിട്ടും കോൺഗ്രസിന് ചിന്താവാതെ വിളിക്കുന്ന മണ്ടന്മാർ ഈ നാട്ടിലുണ്ട്. കോൺഗ്രസിന് മാത്രമാണ് നിക്ഷേപമുള്ളത്. പിണറായിക്ക്
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വലിയ റബ്ബർ കർഷക ആളെന്ന് പറഞ്ഞു. റോയൽ മാർക്കറ്റിംഗ് കമ്പനി ജോസ് കെ മാണി ഒഫീഷ്യലായിട്ട് 2016-ലെയും 2019-ലെയും നോമിനേഷനിൽ പറഞ്ഞിട്ടുള്ള സാധനമാണ് റോയൽ മാർക്കറ്റിംഗ് കമ്പനി. അസംസ്കൃത റബ്ബർ, അതായത് റബ്ബർ ഷീറ്റിന് പകരമുള്ള റബ്ബർ ഇറക്കുമതി ചെയ്യുന്ന കമ്പനിയുടെ പാർട്ട്ണറാണ് ജോസ് കെ മാണി. അയാളാണ് കർഷക സേവനം പറയുന്നത്. ഇതൊന്നും മനുഷ്യന് മനസ്സിലാകണ്ടേ? റോയൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയിരുന്നു 2016. ഇപ്പോൾ അല്ലെന്ന് തോന്നുന്നു, ഞാനത് അന്ന് ആരോപണം ഉന്നയിച്ച പുള്ളി മാറിയെന്ന് തോന്നുന്നു. അറിഞ്ഞല്ലേ, റബ്ബർ കർഷകരെ വളർത്തുക, എന്നിട്ട് അവർക്ക് ചിന്താവെന്ന് വിളിക്കാൻ ഇവിടെ കിടന്ന മണ്ടന്മാരുണ്ട്. സഭയുടെ ആശങ്കകളും അല്ലെങ്കിൽ സഭയുടെ കാര്യങ്ങളും കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാൻ സഭാ നേതൃത്വത്തിന് തന്നെ ആർജവമുണ്ട്. നേരെ മറിച്ച് PC ജോർജ്, ഷോൺ ജോർജ് മുഖേന അങ്ങനൊരു പാതയിലൂടെ കാര്യമില്ലാന്നാണ് സഭാ നേതാക്കൾ ആരാ പറഞ്ഞത്? ഈ ആശങ്ക CBSE നിന്ന് എന്നെ നേരിട്ട് ഈ കൺസേൺ അറിയിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ അറിയിക്കുന്നത്? ഞാൻ എന്നെ എന്തുകൊണ്ടാണ് അറിയിക്കുന്നത്? എന്നെ അറിയിച്ചാൽ അത് 10 മിനിറ്റ് കൊണ്ട് അറിയേണ്ടവരറിയും എന്ന് ബോധ്യമുണ്ട്. അതുകൊണ്ട് സഭയ്ക്കെ സംബന്ധിച്ചിടത്തോളം വേറെ ആരെയും ബന്ധപ്പെടുന്നതിലും എത്ര എളുപ്പമുണ്ട്. ഞാൻ സഭയുടെ കാത്തു നിൽക്കുന്ന ആളല്ലേ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുമ്പിൽ വരുന്ന സഭ ഉന്നയിക്കുന്ന ഏത് വിഷയങ്ങൾ ഞാൻ ഇടപെടാറുണ്ട്. എന്തായാലും പ്രതികരണത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഷോൺ ജോർജ്. ദീപികയിൽ എഴുതുന്ന എല്ലാ കോപ്രായവും അത് സഭയുടേതല്ല. തന്റെ വിമർശനം സഭയ്ക്കെതിരെയല്ല, താനും സഭയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ താൻ വിമർശിച്ചത് ദീപികയുടെ തലപ്പത്തിരിക്കുന്ന ചിലരെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രീണന നയം സ്വീകരിക്കുന്ന ചിലർക്കെതിരെയാണ് താനും അതുപോലെ തന്നെ PC ജോർജും വിമർശിച്ചത്, പ്രതികരണം നടത്തിയത് എന്ന് പറയുകയാണ് ഷോൺ ജോർജ്.